ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കാമ്പ് വെച്ചിട്ടുള്ള ഒരു തോരനാണ്. വാഴക്കാമ്പ് വെച്ചിട്ടുള്ള റെസിപ്പീസ് മുമ്പും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ വീഡിയോ മുഴുവൻ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളിന്ന് ഇതുപോലൊരു ചട്ടിയിലാണ് വാഴക്കാമ്പ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വാഴക്കാമ്പ് ചെറുതായി അരിഞ്ഞെടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കപ്പ് ഉണ്ടാകും. അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ വാഴക്കാമ്പൊക്കെ നമ്മൾ തോരൻ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് അരിഞ്ഞു വെച്ചാൽ മതി. കുറേ നേരമൊക്കെ അരിഞ്ഞു വെച്ചാൽ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ചട്ടിയിലായതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കാമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വറ്റിയതിന് ശേഷം മാത്രമേ ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 2 വറ്റൽമുളകും 4 വെളുത്തുള്ളി അല്ലിയും താളിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കാമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു കാമ്പ് തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. ഇതുപോലുള്ള നാരുകളടങ്ങിയ ഭക്ഷണമൊക്കെ വല്ലപ്പോഴൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ കാമ്പ് തോരൻ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.